ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു സ്വീറ്റാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന സ്വീറ്റ് പോലെ തന്നെയാണ്. ഇന്നത് കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല. വീട്ടിലുള്ള ആവശ്യമുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ഈ കോക്കനട്ട് പൗഡർ ഉണ്ടാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കടയിൽ തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇനി ഇതിനകത്ത് നമുക്ക് 2 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഞാൻ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഒന്നിൽ ഞാൻ കളർ ചേർക്കുന്നില്ല, ഒന്നിൽ ഞാൻ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. 2 ലെയർ ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 3 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. അതിൽ 1.5 കപ്പിൽ ഞാൻ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഒരു 1.5 കപ്പിൽ ഞാനൊന്നും ചേർക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫുഡ് കളർ വേണമെങ്കിൽ ചേർക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് ജ്യൂസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർ കിട്ടും. എൻ്റെ കയ്യിൽ അപ്പോൾ ബീട്രൂട്ട് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡറിനകത്ത് ഞാനിപ്പം 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് പഞ്ചസാരയോ ശർക്കരയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡിൽ നല്ല മധുരം ഉണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പഞ്ചസാരയോ ശർക്കരയോ അതിൻ്റെ ഒന്നും ആവശ്യം വരത്തില്ല. ഇനി മിൽക്ക് മെയ്ഡ് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇനി കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ ഇരിക്കും നമുക്ക് കാണാം. അപ്പോൾ ഞാൻ കുഴച്ചെടുത്തു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് തയ്യാറായി. പ്ലെയിൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇനി നമുക്കൊരു പ്ലെയിൻ പ്ലേറ്റ് വെച്ചിട്ട് നമുക്കൊരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ രീതിയിലൊന്ന് പരത്തിയെടുക്കണം. ഇനി നമുക്ക് രണ്ടാമത്തേൽ ഞാൻ ഇച്ചിരി കൊക്കോ പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതും കൂടി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അതും കൂടി അതിനെ മുകളിൽ വെച്ചിട്ട് ഞാനൊന്ന് തവിയിട്ട് നന്നായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിൽ കൂടെ വേണമെങ്കിൽ ഷേപ്പൊക്കെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്വീറ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കൂടി ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ കൊക്കോ പൗഡറിൻ്റെ പകരം വേണമെങ്കിൽ നമുക്ക് ബീട്രൂട്ട് ജ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കളറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ച മിഠായി പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇച്ചിരി ബദാം ഇട്ടിട്ടുണ്ട് മുകളിൽ കൂടെ. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇച്ചിരി നേരം നമുക്ക് ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്ത് ഒരു 10-20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിഠായി തയ്യാറാവും. നല്ല ടേസ്റ്റാണ്. നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം, വലിയ ആൾക്കാർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ തന്നെ ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിത്തന്നാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. ഫ്രിഡ്ജിനകത്ത് വച്ച് നമ്മൾ എടുക്കുമ്പോഴേക്കും ഇച്ചിരി കൂടി നല്ല കട്ടിയാവും. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയണം ഇത് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ വരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ. ചെറിയ കാര്യം പറയാൻ മറന്നുപോയി. ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുവാണെങ്കിൽ ചുമന്ന കളറുടെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടപ്പുറത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും.